ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഓം. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാ താപസം പച്യമാലാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. വെള്ളിയാഴ്ചയാണെന്ന്, നവമിയാണ്. ഈ മാസത്തിൻ്റെ അവസാനം ഒരു അമാവാസി വരുന്നത് കൊണ്ട് നവരാത്രി അപ്പുറത്തേക്ക് തള്ളിപ്പോയി. അതല്ലെങ്കിൽ ഇന്ന് മഹാനവമി ആവേണ്ട ദിവസം ആണെന്ന് പറയാം. പലർക്കും രണ്ട് നവരാത്രി ആഘോഷിക്കുന്നുണ്ട് പലരും. അവർക്ക് ഇന്ന് മഹാനവമിയാണ്, നാളെ വിജയദശമിയാണ്. അങ്ങനെയൊക്കെ ചില ആചാരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. നവമിയും വെള്ളിയാഴ്ചയൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്.
ജഗദംബയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാരായണ. നമ്മുടെ ശങ്കരസ്തോത്ര വ്യാഖ്യാതരംഗിണി 176 ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന്. ഏപ്രിൽ 2 തുടങ്ങി ഇന്ന് വരയ്ക്കും എന്തെങ്കിലും ശങ്കരാചാര്യരുടെ കൃതികളെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ദിവസം ഉണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് അഖണ്ഡമായിട്ട് 176 ദിവസങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 175 പൂർത്തീകരിച്ചു. ഇന്ന് 176 ദിവസം. ആവശ്യമുള്ളവർക്ക്, പിന്നീട് വന്നവർക്കൊക്കെ ആ റെക്കോർഡഡ് ആയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇത്രയും ദിവസത്തെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പൂർവ്വ പേജുകളിൽ കിടപ്പുണ്ട്. തിരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് മെനക്കെട്ടാൽ ഗണേശ പഞ്ചരത്നം മുതൽക്ക് ലളിതാ പഞ്ചരത്നം, മീനാക്ഷി പഞ്ചരത്നം, അതുപോലെ കനകധാരാ സ്തോത്രം, അങ്ങനെ തുടങ്ങി നമ്മൾ ഏപ്രിൽ 2 ആരംഭിച്ചതായിട്ടുള്ള ആ പ്രയാണം എല്ലാം അവൈലബിളാണ്. അത് തിരഞ്ഞെടുത്ത് ഒഴിവുള്ളപ്പോഴൊക്കെ ആസ്വദിക്കുക. അത് പലതും യൂട്യൂബിലാക്കി വരുന്നുണ്ട്. എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവട്ടെ. വരും കാലങ്ങളിൽ, വരും തലമുറകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ശങ്കരാചാര്യരുടെ കൃതികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ, അറ്റ്ലീസ്റ്റ് മലയാളികൾക്കെങ്കിലും കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ജഗദ്ഗുരുവായ ആദിശങ്കര ഭഗവത്പാദരുടെ സ്തോത്ര കൃതികളുടെ പഠനമാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വരെ 32 ദിവസം കൊണ്ടാണ് 52 ശ്ലോകമുള്ള വിഷ്ണു പാദാദി കേശാന്ത സ്തോത്രം എന്ന അതിഗംഭീരമായിട്ടുള്ള സ്തോത്രം പൂർത്തീകരിച്ചത്. സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി മുതലായ 100 ശ്ലോകമുള്ള കൃതികൾ പോലും 31 ദിവസം വീതം മറ്റേ എടുത്തിട്ടുള്ളൂ. വിഷ്ണു പാദാദി കേശാന്തം അത്രയും ഗഹനമായതുകൊണ്ട് 32 ദിവസം വരെ നീണ്ടു. ഗംഭീര സ്തുതിയായിരുന്നു. നമ്മളെല്ലാം ആസ്വദിച്ചു. അപ്പോൾ ഇനി അതിലും ഗംഭീരമായിട്ടുള്ള ആചാര്യ ഭഗവത്പാദരുടെ സ്തോത്രങ്ങളിൽ വെച്ച് കൂടുതൽ ആളുകൾ പഠിച്ചിട്ടുള്ള ഒരു സ്തോത്രമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു സ്തോത്രമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. അത് കഴിഞ്ഞിട്ടേ സൗന്ദര്യലഹരിയും മറ്റ് ശിവാനന്ദലഹരിയും മറ്റ് സ്തോത്രങ്ങളും ഭജഗോവിന്ദവും ഒക്കെ വരുള്ളൂ. കാരണം ദക്ഷിണാമൂർത്തി അഷ്ടകം അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്നുള്ളത് ആധ്യാത്മിക വിദ്യാർത്ഥികളുടെ ഇടയിൽ അവശ്യം പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്തോത്രവും പ്രകരണവുമാണത്. ഒരേ സമയം ഭഗവാനെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണ്. അതേസമയം അതൊരു വേദാന്തത്തിൻ്റെ അതിഗംഭീരങ്ങളായ ഗഹനങ്ങളായ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ളതായിട്ടുള്ള ഒരു പ്രകരണ ഗ്രന്ഥവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വേദാന്ത വിദ്യാർത്ഥികളെല്ലാം, ആധ്യാത്മിക സാധകന്മാരെല്ലാം, യോഗ വിദ്യാർത്ഥികളും പല മഹാത്മാക്കളുടെയും ഭക്തന്മാരായിട്ടുള്ളവരും, രമണ മഹർഷിക്കൊക്കെ ശങ്കരകൃതികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ്. അത് കഴിഞ്ഞാലാണ് ശിവാനന്ദ ലഹരിയൊക്കെ വരിക. അപ്പോൾ അതുപോലെയുള്ള ആധ്യാത്മിക ജ്യോതിഷുകളായിരുന്ന മഹാത്മാക്കൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം. ഗുരുകുലങ്ങളിലൊക്കെ നിത്യപാരായണം ചെയ്യാൻ പോലും ഉപയോഗിക്കുന്നതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. നമ്മുടെയൊക്കെ ഗുരുകുലങ്ങളിൽ ദിവസവും മിക്കവാറും പാരായണം ചെയ്യും. ആചാര്യൻ ഗുരുനാഥൻ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളായ ഞങ്ങൾ ശിഷ്യഗണങ്ങളൊക്കെ ക്ലാസ്സിൽ വന്ന് നിരന്നിരുന്നു കഴിഞ്ഞാൽ
സ്വാമിജി വരുന്ന അതുവരേക്ക് ഞങ്ങൾക്ക് ഇതുപോലെയുള്ളതായിട്ടുള്ള ഗുരുസ്തോത്രങ്ങളൊക്കെ പാരായണം ചെയ്യലാണ് പണി. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്തോത്രം, ഗുരുസ്തോത്രം, ഗുരുവഷ്ടകം, ഗുരുപാദുകാ സ്തോത്രം, ഇങ്ങനെയുള്ള ഗുരുസ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും. സ്വാമിജി വന്നാൽ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ സ്വാമിജിയുടെ സമയമുണ്ട്, സമയനിഷ്ഠയൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും പലരും കാണാൻ വന്ന് സ്വാമിജിയുടെ ക്ലാസ്സിലേക്ക് വരുന്നതിനെ തടഞ്ഞു നിർത്തി വൈകിപ്പിക്കും. പലപ്പോഴും പല VVIP കളായിരിക്കും കാണാൻ വരിക. അവരെ ഒഴിവാക്കിയിട്ട് വരാൻ പറ്റില്ല, അവർക്ക് ഉടനെ പോകേണ്ടതുണ്ടാവും. പലപ്പോഴും ആവശ്യക്കാരായിട്ടുള്ള ആവലാതിക്കാരായിട്ടുള്ള പാവപ്പെട്ട അമ്മമാരൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, അവരുടെ ആവലാതി പറയാനായിട്ട്. അത് മുഴുവൻ കേട്ടിട്ടേ സ്വാമിജി അവർക്ക് പരിഹാരവും കണ്ടിട്ടേ ക്ലാസ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തന്നെ കാണാൻ വന്നിരിക്കുന്ന ആവശ്യക്കാരെ മുഴുവൻ പറഞ്ഞു വിട്ടിട്ടേ സ്വാമിജി ക്ലാസ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് വൈകാം, 10 മിനിറ്റ് വൈകാം, ചിലപ്പോൾ അരമണിക്കൂർ വൈകിയെന്ന് വരാം. തിരക്ക് പോലെ ഇരിക്കും. അപ്പോൾ അതുവരയ്ക്കും ഞങ്ങൾ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതാണ് ഗുരുകുല സമ്പ്രദായം. അവിടെ ഗുരുവിന് സൗകര്യമുള്ളപ്പോൾ വരും. നമ്മൾ ശുശ്രൂഷുക്കളാണ്, കേൾക്കാൻ കൊതിയോടുകൂടി ഇരിക്കുന്നവരാണ്. ഗുരു വരുമ്പോൾ വരട്ടെ, ഗുരുവിൻ്റെ സൗകര്യത്തിന് നമ്മൾ ഇരുന്ന് കൊടുക്കുക. നമുക്ക് വേറെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഗുരുവിന് വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കഴിഞ്ഞ് വന്ന് നമുക്ക് പറഞ്ഞു തരുന്നതൊക്കെ അമൃതമാണ് നമുക്ക്. ആ രീതിയിൽ ഞങ്ങൾ കാത്തിരുന്ന് അപ്പോൾ ഈ ശ്ലോകങ്ങൾ ദിവസവും ചൊല്ലും, ദക്ഷിണാമൂർത്തി അഷ്ടകമൊക്കെ. അങ്ങനെ ഗുരുകുലങ്ങളിലൊക്കെ പതിവാണ്. ഏത് ഗുരുകുലമാണെങ്കിലും, അത് ചിന്മയ സാന്ദീപനി ആണെങ്കിലും, സാന്ദീപനിയുടെ വിവിധ ബ്രാഞ്ചുകളുണ്ട്, എല്ലാ ഭാഷയിലും സാന്ദീപനി നടക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഗുരുകുലങ്ങളിൽ, അതുപോലെ മറ്റ് ആശ്രമങ്ങളിൽ, എല്ലായിടങ്ങളിലും നിത്യപാരായണത്തിനുള്ള ഒരു സ്തോത്രമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ ഗുരു പരമ്പരകളിൽ നിന്ന് പഠിച്ചു വരുന്നതായിട്ടുള്ള ചുറ്റുപാടുള്ളതായിട്ടുള്ള ഗൃഹസ്ഥരും ഇത് പഠിക്കാൻ ഇടയാവുന്നു. അങ്ങനെ പല വീടുകളിലും നിത്യവും ദക്ഷിണാമൂർത്തി സ്തോത്രം മുഴങ്ങുന്നത് കേൾക്കാം. അപ്പോൾ അങ്ങനെ നിത്യപാരായണത്തിനുള്ള അതിഗഹനമായിട്ടുള്ള വേദാന്ത തത്വങ്ങളെ കോർത്തിണക്കിയ ഒരു മാലയാണ് ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ദക്ഷിണാമൂർത്തി അഷ്ടകം എന്ന് പേരാണെങ്കിലും 10 ശ്ലോകങ്ങളുണ്ട്. അതിനു മുമ്പ് ശങ്കരാചാര്യരോ മറ്റു പലരോ നിർമ്മിച്ചതായിട്ടുള്ള ധ്യാന ശ്ലോകങ്ങളുമുണ്ട്. അതും കൂടി ചൊല്ലിയിട്ടാണ് ഈ സ്തോത്രം ചൊല്ലുക നമ്മൾ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം അതൊന്ന് മുഴുവനായിട്ട് പാരായണം ചെയ്തിട്ട് നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട്, അല്ലെങ്കിൽ ആദ്യം ധ്യാന ശ്ലോകങ്ങൾ കണ്ട് ഓരോരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് കടിച്ചാൽ പൊട്ടുമോ എന്നൊക്കെ നോക്കാം. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആചാര്യ ഭഗവത്പാദർ ഈ ചെപ്പിന് ഉള്ളിൽ അടച്ചു വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ശ്ലോകങ്ങളാകുന്ന ഓരോ മാന്ത്രിക ചെപ്പിൻ്റെ ഉള്ളിൽ ആചാര്യ ഭഗവത്പാദർ വലിയ വലിയ അത്ഭുതങ്ങളെ മറച്ചു വച്ചിരിക്കുകയാണ്. അത് നമുക്ക് തുറന്നൊന്ന് ആസ്വദിക്കാം, പരിശോധിക്കാം. എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം ആസ്വദിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ചൊല്ലട്ടെ ദക്ഷിണാമൂർത്തി സ്തോത്രം. നമ്മുടെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് എഴുതിയെടുക്കാം. പുസ്തകമുള്ളവർ സന്തോഷം, ഇല്ലാത്തവർ അതൊന്ന് നോക്കി എഴുതിയെടുക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദ്യം ധ്യാന ശ്ലോകങ്ങളാണ്. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം
ദക്ഷിണാമൂർത്തിമീഡേ. വടവിടഭി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത്. ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദദക്ഷം നമാമി. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുർയുവാ. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്നസംശയാഃ. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം. ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അംഗുഷ്ടതർജനീ യോഗമുദ്രാ വ്യാജേന ദേഹിനാം ശ്രുത്യർത്ഥം ബ്രഹ്മജീവൈക്യം ദർശയന്നോവദാത് ശിവഃ. ഇതുവരെയാണ് ധ്യാന ശ്ലോകങ്ങൾ. ഇനി ദക്ഷിണാമൂർത്തി അഷ്ടകം എന്ന് പറയുന്ന ശ്ലോകമാണ്, സ്തോത്രങ്ങളാണ്. ഓം വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യദാ നിദ്രയാ. യസ്സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ. ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവങ്കുരോ ജഗദിദം പ്രാന്നിർവികൽപം പുനഃ മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം. മായാവീവ വിജൃംഭയത്യഭി മഹായോഗീവ യസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ. ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ. യസ്സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിർഭവാംബോ നിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ. ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. നാനാഛിദ്രഗഡോദരസ്ഥിതമഹാദീപ പ്രഭാഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ. ജാനാമീതി തമേവ ഭാന്തം അനുഭാത്യേതത്സമസ്തം ജഗത് തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ. ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി
ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്തജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഘാ വ്യാമോഹസംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. രാഹുഗ്രസ്തദിവാകരേന്ദുസദൃശോ മായാസമാച്ഛാദനാത് സന്മാത്രഃ കരണോപസംഹരണതോ യോ ഭൂത് സുഷുപ്തഃ പുമാൻ പ്രാഗസ്വാപ്സമിതി പ്രബോധസമയേ യഃ പ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വഭിജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനം അഹമിത്യന്തഃസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തഥൈവ പിതൃപുത്രാദ്യാത്മനാ ഭേദതഃ സ്വപ്നേ ജാഗ്രതിവായ യേഷ പുരുഷോ മായാപരിഭ്രാമിതഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഭൂരംബാംസ്യനലോ നിലോംബരമഹർനാദോ ഹിമാംശുഃ പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് വിദ്യതേ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻസ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാച്ഛ സങ്കീർത്തനാത് സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദ് ഈശ്വരത്വം സ്വതഃ സിദ്ധ്യേത് പുനരഷ്ടധാ പരിണതം ച ഐശ്വര്യമവ്യാഹതം. സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദ് ഈശ്വരത്വം സ്വതഃ സിദ്ധ്യേത് തത്പുനരഷ്ടധാ പരിണതം ച ഐശ്വര്യമവ്യാഹതം. ഓം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം, സ്വാഗതം. ഓ നാരായണ.
ദക്ഷിണാമൂർത്തിയാണ് ഇവിടുത്തെ ഓരോ ശ്ലോകങ്ങളിലും സ്തുതിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് പേര്. 8 ശ്ലോകങ്ങൾ പ്രധാനമായിട്ടുള്ളത്. അതാണ് ശങ്കരാചാര്യർ രചിച്ചത് എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള 2 ശങ്കരാചാര്യരുടെ ശിഷ്യഗണങ്ങൾ സുരേശ്വരാചാര്യരും മറ്റുമൊക്കെ ചേർത്തതായിട്ടും പറയപ്പെടുന്നു. 9ഉം 10ഉം ശ്ലോകങ്ങൾ. ഇത് തന്നെയാണെങ്കിലും 10 ശ്ലോകങ്ങളും കൂടി ചേർത്ത് ദക്ഷിണാമൂർത്തി സ്തോത്രം എന്നുള്ള പേരിൽ വളരെ പ്രശസ്തമാണ്. 10ഉം ഗംഭീരം തന്നെയാണ്, അതിഗംഭീരമാണ്. ശാർദൂല വിക്രീഡിതം എന്ന ദീർഘ വൃത്തത്തിലാണ് അതിൻ്റെ രചന. അതുകൊണ്ട് തന്നെ ചൊല്ലാൻ വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു വൃത്തമാണ്. നാരായണ. ഇപ്പോൾ ശങ്കരാചാര്യരുടെ കൃതികളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കൃതിയാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. ശങ്കരാചാര്യർ പലതരം കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്രയങ്ങൾക്കുള്ള ഭാഷ്യങ്ങളാണ്. പ്രസ്ഥാനത്രയങ്ങൾ എന്നാൽ നമ്മുടെ ആധ്യാത്മിക മാർഗത്തിൽ നമ്മെ വഴി കാണിക്കുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ 3 വകുപ്പുകളിൽ പെടുന്നു. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ യാത്ര, വഴി എന്നൊക്കെ അർത്ഥമുണ്ട്. മാർഗം എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ ലക്ഷ്യത്തിലെത്തും എന്നുള്ളതിന് സംശയമില്ല. കാടും പടലും അല്ല, അല്ലേ? കാടിനെയും പടലിനെയും വഴി എന്ന് പറയില്ല. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊന്നും വഴികളല്ല. നേരെ മറിച്ച് നല്ലപോലെ വഴി തെളിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ. അതുപോലെ നമ്മുടെ സനാതനധർമ്മ സാഹിത്യങ്ങൾ അനേകമുണ്ട്. കാടും പടലും പോലെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ആസ്വദിക്കാനായിക്കൊണ്ട്. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. ഈശ്വരനാണ് ലക്ഷ്യം. അപ്പോൾ ഈശ്വരനാകുന്ന ലക്ഷ്യത്തിലേക്ക്, അതിനെ തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും രാജപാതകളെയാണ് ഇവിടെ പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും വിശാലമായിട്ടുള്ള തെളിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള പാതകൾ. ഈ വഴിക്ക് വന്നോളൂ, നിങ്ങൾ ലക്ഷ്യത്തിലെത്തും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് പ്രസ്ഥാന ത്രയങ്ങൾ എന്നറിയപ്പെടുന്നു. ത്രയങ്ങൾ എന്നാൽ 3. അതൊന്ന് ശ്രുതി പ്രസ്ഥാനം, മറ്റൊന്ന് സ്മൃതി പ്രസ്ഥാനം, മറ്റൊന്ന് യുക്തി പ്രസ്ഥാനം. ശ്രുതി, സ്മൃതി, യുക്തി. ആ ശ്രുതി പ്രസ്ഥാനങ്ങളിൽ പെടുന്നതാണ് വേദാന്തം, അതിൽ ഉപനിഷത്തുക്കൾ. ആ ഉപനിഷത്തുക്കളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 10 ഉപനിഷത്തുക്കളാണ്. ദശോപനിഷത്തുക്കൾ എന്നറിയപ്പെടുന്ന ഈശം, കേനം, കടം, മുണ്ടകം, മാണ്ഡൂക്യം, പ്രശ്നം, ബൃഹദാരണ്യകം, ചാന്തോക്യം, ബൃഹദാരണ്യകം, ഐതരേയം, തൈത്തിരീയം. ഇങ്ങനെ 10 ഉപനിഷത്തുക്കളാണ് ഏറ്റവും പ്രധാന ഉപനിഷത്തുക്കൾ. ബ്രഹ്മതത്വത്തെ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കുന്ന ആ പർപ്പസിന് വേണ്ടി തന്നെയുള്ള ഉപനിഷത്തുക്കൾ. മറ്റ് പല ഉപനിഷത്തുകളുണ്ട്, അതിലൊക്കെ മറ്റ് പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. ഏറ്റവും പ്രാധാന്യേന ബ്രഹ്മതത്വത്തെ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ 10 ഉപനിഷത്തുക്കൾക്ക്, ദശോപനിഷത്തുക്കൾക്ക് ഏറ്റവും പ്രാമാണ്യവും പ്രാധാന്യവും. അപ്പോൾ ഈ പ്രധാന 10 ഉപനിഷത്തുക്കളിൽ 10നും ഭാഷ്യം രചിച്ചു ആദിശങ്കര ഭഗവത്പാദർ. അതുപോലെ തന്നെ സ്മൃതി പ്രസ്ഥാനമാണ് നമ്മുടെ സ്മൃതികളിൽ വെച്ച്, സ്മൃതികൾ എന്നാൽ ഇതിഹാസ പുരാണങ്ങളൊക്കെ, ധർമ്മശാസ്ത്രങ്ങളൊക്കെ സ്മൃതികളിൽപ്പെടും. ആ സ്മൃതി വകുപ്പിൽപ്പെട്ടതാണ് മഹാഭാരതത്തിൽ അന്തർഗതമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ ആ ഭഗവത്ഗീത സ്മൃതി പ്രസ്ഥാനങ്ങളിൽ നമ്പർ 1 ആണ്. ആ ഏറ്റവും പ്രധാനമർഹിക്കുന്ന
ഭഗവത്ഗീതയ്ക്ക് അതിമനോഹരമായിട്ടുള്ള ഭാഷ്യം രചിച്ചു നൽകി ആദിശങ്കര ഭഗവത്പാദർ. അതുപോലെ യുക്തിപ്രസ്ഥാനമാണ് ബ്രഹ്മസൂത്രം എന്നറിയപ്പെടുന്ന ബാദരായണൻ്റെ അല്ലെങ്കിൽ വേദവ്യാസൻ്റെ വേദങ്ങളുടെ മുഴുവൻ താൽപ്പര്യ നിർണയം ചെയ്ത് ഒരു നൂല് പോലെ ആക്കി തന്നതാണ്. എന്നുവെച്ചാൽ വേദം ഒരു മാലയാണെങ്കിൽ വേദത്തിൽ അനേക വർണ്ണപുഷ്പങ്ങൾ കൊണ്ട് കെട്ടിച്ചാർത്തിട്ടുള്ളതായിട്ടുള്ള വലിയൊരു മാലയാണ്, ഒരു വലിയ ഹാരം. അതിൽ നമ്മൾ ഭ്രമിച്ചു പോകും. ഏതാണ് പ്രാധാന്യമർഹിക്കുന്നത്, എന്തിനെയാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത് എന്നൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി വേദത്തിൻ്റെ താൽപ്പര്യത്തെ നിർണയിച്ച് 555 സൂത്രവാക്യങ്ങളെ കൊണ്ട്, സൂത്രം എന്ന് പറഞ്ഞാൽ നൂല് എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. അപ്പോൾ നൂല് പോലെ എന്ന് പറഞ്ഞാൽ വെറും ത്രെഡ് മാത്രം. നമ്മൾ പറയില്ല ഒരു കഥയുടെ ത്രെഡ് എന്ന്, അല്ലേ? ഒരു കഥയുടെ ത്രെഡ് പറഞ്ഞിട്ട് പിന്നെ ആ ത്രെഡിൽ നമ്മൾ ചമൽക്കാരങ്ങൾ ചേർത്ത് കഥയെ വികസിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് കഥയ്ക്കൊരു ത്രെഡാണ് വേണ്ടത്, ഒരു നൂല്. പിന്നെ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ത്രെഡിന് പൊട്ടലില്ലാവാതെ എന്ത് വേണമെങ്കിൽ ചമൽക്കാരം ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പല കഥകളും നോവലുകളും ഒക്കെ ഉണ്ടാവുന്നത്. സിനിമാ തിരക്കഥകളൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ത്രെഡുണ്ട്. ആ ത്രെഡിനെ കൂടുതൽ വികസിപ്പിക്കുകയാണ് അവർ. അപ്പോൾ അതുപോലെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾക്കും നമ്മുടെ വേദങ്ങൾക്കൊക്കെ ഒരു ത്രെഡുണ്ട്. ആ ത്രെഡ് ഇങ്ങോട്ട് ഊരിയെടുത്ത് തരികയാണ് മറ്റേ ബാദരായണൻ അല്ലെങ്കിൽ വേദവ്യാസൻ. ഇതാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ നൂല്, ഇതാണ് നൂല് എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ് ഈ ബ്രഹ്മസൂത്രം. എന്ന് വെച്ചാൽ വേദത്തിൻ്റെ താല്പര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതാണ് താല്പര്യം എന്ന് ആ വേദത്തിൻ്റെ സാരമായിട്ടുള്ള വിഷയത്തെ 555 സൂത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതാണ് ബ്രഹ്മസൂത്രം. അതെ, തന്തു എന്ന് മലയാളത്തിലും സംസ്കൃതത്തിലും പറയാം. ഒരാൾ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കണു, ഒന്ന് ആൻസർ ചെയ്യട്ടെ. ഒരു 4-5 പ്രാവശ്യമായിട്ട് ഒരാൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപദ്രവമല്ലേ, അത് ആൻസർ ചെയ്തതാണ്. നാരായണ. അപ്പോൾ ഇങ്ങനെ യുക്തിയാണ് അതിൽ പ്രധാനം. ബ്രഹ്മസൂത്രം യുക്തിക്കനുസരിച്ചാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലോജിക്, ന്യായം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യുക്തിപ്രമാണമാണ് ബ്രഹ്മസൂത്രം, സ്മൃതി പ്രമാണമാണ് ഭഗവത്ഗീത, ശ്രുതി പ്രമാണമാണ് ഉപനിഷത്തുക്കൾ. ഈ 3 പ്രമാണങ്ങൾക്കും 3 പ്രസ്ഥാനങ്ങൾക്കും ഭാഷ്യം രചിച്ചു. അതാണ് ആദിശങ്കര ഭഗവത്പാദരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. കാരണം നമ്മുടെ സനാതനധർമ്മത്തിന്, ഹിന്ദുധർമ്മത്തിന് ഒരു ഇളകാത്ത അടിത്തറ അതിലാണ് പണിതത്. ആ അടിത്തറ ഭദ്രമാണ്. ഇനി അതിൻ്റെ മുകളിൽ ആരൊക്കെ എന്തൊക്കെ സർക്കസ് കാണിച്ചാലും അത് ഇളകില്ല. അതുപോലെ ഭദ്രമാക്കി അടിത്തറയെ. അതിൻ്റെ മുകളിലാണ് ബാക്കി സൗധം, സനാതനധർമ്മം എന്ന സൗധം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിലോസഫി അത് ഉറപ്പിച്ചു എന്ന് പറയുക. ആ ഫിലോസഫി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ലക്ഷ്യത്തെയും ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിന് ക്ലാരിറ്റിയും നൽകുന്നതാണ് ഈ 3 പ്രസ്ഥാനങ്ങളുടെയും ഭാഷ്യങ്ങൾ. അങ്ങനെ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം രചിച്ച ആദിശങ്കര ഭഗവത്പാദർ ഇതിൻ്റെ ഈ ഉപനിഷത്തുക്കളുടെയും വേദാന്ത തത്വങ്ങളുടെയും കൂടുതൽ വ്യക്തതയ്ക്കായിക്കൊണ്ട് സ്വതന്ത്രമായ കുറേ കൃതികൾ രചിച്ചു. അതാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പ്രകരണം എന്ന് പറഞ്ഞാൽ വേദാന്ത വിഷയങ്ങളിലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ വിസ്തരിച്ച് വ്യാഖ്യാനിക്കുക.
ഇപ്പോൾ പഞ്ചീകരണം എന്ന് പറഞ്ഞ ശങ്കരാചാര്യരുടെ ഒരു കൃതിയുണ്ട്. എന്താണ്? സൃഷ്ടിപ്രക്രിയയെ വർണ്ണിക്കുന്നതാണത്. പഞ്ചീകരണം, പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് സ്വയം ഇൻറ്റഗ്രേറ്റഡ് ആയത്, വിഘടിച്ചു നിന്നിരുന്ന പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് ഒന്നിച്ചു ചേർന്ന് ഈ പ്രപഞ്ച നിർമ്മിതിക്ക് കാരണം ആയിത്തീർന്നത് എന്നുള്ള ഒരു പ്രോസസ്സ് വേദങ്ങളിൽ സൂചനകളാണുള്ളത്. അതിനെ കൂടുതൽ വ്യക്തമാക്കി ആചാര്യ ഭഗവത്പാദര് പഞ്ചീകരണം എന്നൊരു കൃതി, അതൊരു പ്രകരണ ഗ്രന്ഥമാണ്. അതുപോലെ വാക്യവൃത്തി എന്ന് പറഞ്ഞൊരു കൃതി, വേദത്തിലെ തത്വമസി എന്ന മഹാവാക്യത്തെ വിശദമായി വിചാരം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് വാക്യവൃത്തി. അപ്പം ഇങ്ങനെ ഓരോ ആശയങ്ങളെ എടുത്തെടുത്ത് വിപുലമാക്കാൻ വേണ്ടി വേദത്തിൻ്റെ ഓരോ ആശയങ്ങളെ വിദ്യാർത്ഥികൾക്ക്, വേദാന്ത പഠിതാക്കൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വിസ്തരിച്ച് സ്വതന്ത്രമായി രചിച്ച ഗ്രന്ഥങ്ങളെയാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സർവവേദാന്ത സാരസംഗ്രഹം എന്ന് പറഞ്ഞ് 1006ഓളം ശ്ലോകങ്ങളെ കൊണ്ട് ഗംഭീരമായിട്ടൊരു കൃതി തന്നെ രചിച്ചിട്ടുണ്ട്. അതിൽ സർവവേദാന്ത സാരങ്ങളും സംഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഉപദേശ സാഹസ്രി എന്ന് പറഞ്ഞൊരു 1000 ശ്ലോകങ്ങളെ കൊണ്ട് ഉപദേശങ്ങൾ, അതാണ് ഉപദേശ സാഹസ്രി. അതുപോലെ വിവേക ചൂടാമണി എന്ന് പറഞ്ഞ് 582ഓളം ശ്ലോകങ്ങളെ കൊണ്ട് ഇതേപോലെ വേദാന്ത തത്വങ്ങളെ മുഴുവൻ വിസ്തരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു കൃതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രകരണ കൃതികളാണ്. അങ്ങനെ അനേക പ്രകരണ കൃതികൾ അദ്ദേഹം രചിച്ചു. അത് എന്താ പറയുക, വേദാന്ത വിദ്യാർത്ഥികൾക്ക് ഈ ഉപനിഷത്തുക്കളുടെ താല്പര്യം, സാരം ഗ്രഹിക്കാൻ വളരെ സഹായകമായി. അതുപോലെ ഏറ്റവും എന്താ പറയുക, ഇമോഷണലി വികസിച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യ രാശിയെ അനുഗ്രഹിക്കാൻ അനേക സ്തോത്രകൃതികളെ കൊണ്ട് നമ്മുടെ ആ മനസ്സിൻ്റെ ഇമോഷൻസിനെ ഭക്തിയാക്കി മാറ്റി ഈശ്വര തത്വത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ അനേക സ്തോത്രകൃതികളും രചിച്ചു. അതാണ് നമ്മൾ ഇപ്പോൾ രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശങ്കര സ്തോത്ര തരംഗിണി എന്ന പരമ്പരയിലെ 94ഓളം സ്തോത്രങ്ങൾ എൻ്റെ കയ്യിൽ അവൈലബിളായിട്ടുണ്ട്. അതിൽ ഞാൻ 88ഓളം സ്തോത്രങ്ങളെ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് പലതും വന്നു ചേർന്നത്. അപ്പോൾ ആദ്യം നമ്മളെല്ലാം പാരായണം ചെയ്തു, അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് നമ്മൾ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്തോത്ര സാഹിത്യം ശങ്കരാചാര്യരുടെ ഏറ്റവും വിപുലമായിട്ടുള്ളതാണ്. അതിൽ സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി, ഭജഗോവിന്ദം, ഇതപ്പോൾ നമ്മൾ ഇന്നലെ വരെ കണ്ടതായിട്ടുള്ള വിഷ്ണു പാദാദി കേശാന്ത സ്തോത്രം മുതലായിട്ടുള്ള സ്തോത്രങ്ങൾ, അപ്പോൾ വിവിധ ദേവീ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള സ്തോത്രങ്ങൾ. അപ്പോൾ അതിൽ ആ സ്തോത്രങ്ങളുടെ വിഭാഗത്തിലും പെടുത്താം നമ്മുടെ ദക്ഷിണാമൂർത്തി സ്തോത്രം. പ്രകരണം എന്ന് പറയുന്നതായിട്ടുള്ള വേദാന്ത വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലും അതിന് യോഗ്യതയുണ്ട് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ചേരാവുന്ന ഉമ്മറപ്പടിയിലിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അല്ലേ. ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ ത്രഷ് ഹോൾഡ് എന്നൊക്കെ പറയും. അപ്പുറത്തേക്കും ഇറങ്ങാം, ഇപ്പുറത്തേക്കും ഇറങ്ങാം. രണ്ട് ഭാഗത്തേക്കും ഇറങ്ങാൻ തയ്യാറായിട്ടിരിക്കുന്ന വേദാന്ത വിദ്യാർത്ഥികൾക്ക് പ്രകരണ ഗ്രന്ഥമായിട്ടും ഭക്തന്മാർക്ക് ഭക്തി സ്തോത്രമായിട്ടും സ്വീകരിക്കാവുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കൃതിയാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം മുതലായ ലീലകളെ ചെയ്യുന്നതായിട്ടുള്ള ആ ഈശ്വര തത്വത്തെ, ജഗദീശ്വരനെ ജഗദ്ഗുരുവുമാക്കി സദാശിവനായി ദക്ഷിണാമൂർത്തിയായി വണങ്ങുന്നതാണ്, സ്തുതിക്കുന്നതാണ് ഇതിലെ ഓരോ ശ്ലോകത്തിലും അവസാനത്തേതായിട്ടുള്ള വരി. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ.
തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അപ്പോൾ തസ്മൈ ഗുരുമൂർത്തയേ, ശ്രീ ഗുരുമൂർത്തയേ ദക്ഷിണാമൂർത്തയേ ഇദം നമ. എൻ്റെ ഈ നമസ്കാരം ആ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഭവിക്കട്ടെ. എൻ്റെ നമസ്കാരം ദക്ഷിണാമൂർത്തിക്കുള്ളതാണ്, ആ ഗുരുമൂർത്തിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഓരോ ശ്ലോകത്തിലും അവസാനം സമർപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദി ഗുരുവായിട്ടാണ് ഈ ദക്ഷിണാമൂർത്തിയെ സങ്കല്പിക്കുന്നത്. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന് നമ്മൾ എന്നും ചൊല്ലുന്നുണ്ട്, ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. അപ്പോൾ അതിലെ സദാശിവ ഭാവം അത് തന്നെയാണ് ഇവിടുത്തെ ദക്ഷിണാമൂർത്തി ഭാവം. സദാശിവ സമാരംഭാമ, സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യൻ നടുവിൽ നിൽക്കുന്നതായിട്ടുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുവരേക്കും അസ്മദ് ആചാര്യ പര്യന്താം, എൻ്റെ ആചാര്യൻ വരേക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്മദ് എന്ന് പറഞ്ഞാൽ അസ്മദീയം മമ എന്നർത്ഥം തന്നെയാണ്. എൻ്റെ ആചാര്യൻ വരേക്കുമുള്ളതായിട്ടുള്ള സകല ഗുരുക്കന്മാർക്കും ആ ഗുരു പരമ്പരകൾക്ക് മുഴുവൻ ഗുരുപരമ്പരാം വന്ദേ, ആ ഗുരുപരമ്പരകളെ ഞാൻ വന്ദിക്കുന്നു എന്ന് നമ്മൾ നിത്യവും വണങ്ങുന്ന, അപ്പോൾ അതിലെ ആദിമ ഗുരു അതാണ് ദക്ഷിണാമൂർത്തി. ഗുരവേ സർവലോകാനാം വിശജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ എന്നൊക്കെ നമ്മൾ നിത്യവും ചൊല്ലാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ ആ ഒരു ജഗദ്ഗുരു തന്നെയാണ് ദക്ഷിണാമൂർത്തി. അദ്ദേഹം തന്നെയാണ് മഹാദേവൻ, നടരാജമൂർത്തി, കിരാതമൂർത്തി, അങ്ങനെ അനേക മൂർത്തികളായിട്ട് ലോകാനുഗ്രഹത്തിന് പല വേഷങ്ങൾ കെട്ടി. അപ്പോൾ ഭഗവാന്റെ നടനമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം. ഭഗവാന്റെ നടരാജൻ്റെ നടനമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ചലനം തന്നെ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ഭഗവാന്റെ നടനത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതും അതിൻ്റെ സംഹാരം നടക്കുന്നതും എല്ലാം തന്നെ. അപ്പം അങ്ങനെയുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്ന ഭഗവാനെ നടരാജനായിട്ട് വണങ്ങുമ്പോൾ അതേ ഭഗവാൻ തന്നെ സൃഷ്ടി ചെയ്ത് ഈ ലോകത്തെ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹം തന്നെ ലോകത്തിന് വേണ്ടി ഈ സൃഷ്ടിയിൽ നിങ്ങളുടെ കഥ, നിങ്ങളുടെ റോള്, നിങ്ങളെങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഓരോരുത്തരും ആരാണ്, നിങ്ങൾ ഈ കഥയിലെ ഏത് സ്ഥാനത്തിരിക്കുന്നു, നിങ്ങൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് മുതലായിട്ടുള്ള തത്വങ്ങളെ, ധാർമ്മികവും അതുപോലെ ആധ്യാത്മികവുമായിരിക്കുന്ന തത്വങ്ങളെ ഉപദേശിക്കുന്ന ഗുരുവായിരിക്കുന്നതും അതേ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവായ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് തൻ്റെ തന്നെ സൃഷ്ടിജാലങ്ങളായിരിക്കുന്ന ഈ മനുഷ്യരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഭഗവാൻ തന്നെ തൻ്റെ സൃഷ്ടിപ്രക്രിയയെല്ലാം നടത്തി താൻ തന്നെ ഇങ്ങോട്ട് തെക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുന്നു എന്നാണ്. ശാന്തനായി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭാവമാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാഭിമുഖാ മൂർത്തി യസ്യ, അതാണ് ഒരു നിർവചനം. ദക്ഷിണാഭിമുഖാ മൂർത്തി യസ്യ മൂർത്തി ദക്ഷിണാഭിമുഖ, ആരുടെ മൂർത്തിയാണോ ദക്ഷിണാഭിമുഖമായിരിക്കുന്നത്, തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് ആരാണോ അവൻ ദക്ഷിണാമൂർത്തി. അപ്പോൾ കൈലാസ പർവ്വതത്തിൽ ഭാരതത്തിലേക്ക് നോക്കിയിരിക്കലാണ്, അതാണ് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്. കൈലാസപർവ്വതം നമ്മുടെ ഭാരതദേശത്തിൻ്റെ വടക്ക് ഭാഗത്താണ്. അപ്പോൾ അവിടുന്ന് ഭാരതദേശത്തെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഭഗവാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, തെക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആ ഭാവമാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ എന്താ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ തെക്കോട്ടിരിക്കുന്ന മൂർത്തി. ആ തെക്കോട്ടിരിക്കുന്ന ഭാവം കൊണ്ട് ഒരു ഗുണമുണ്ട് നമുക്ക്. എന്തുണ്ട്? ഭഗവാൻ തെക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ ഭഗവാന്റെ അഭിമുഖമായിട്ട് യമൻ വരില്ല. അപ്പോൾ നമ്മൾ ഭഗവാനെ ആശ്രയിച്ച്, തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മുടെ പുറകിൽ നിന്ന് യമൻ വരില്ല എന്നർത്ഥം. കാരണം ദക്ഷിണാമൂർത്തിയുടെ നോട്ടം നമ്മുടെ പുറകിലേക്കുണ്ട്.
പുറകുന്ന ആരെങ്കിലും വന്ന് നമ്മളെ ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിപ്പുണ്ട് പുറകിലോട്ട്. അപ്പോൾ യമൻ ഭഗവാന്റെ ദൃഷ്ടിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മരണഭയം ഉണ്ടാവുകയില്ല. അതിനുള്ള വിദ്യ ഈ ദക്ഷിണാമൂർത്തി നമുക്ക് നൽകുന്നു. അപ്പോൾ നമ്മുടെ അമൃതത്വപ്രാപ്തിക്കുള്ള, നമ്മുടെ അമരത്വപ്രാപ്തിക്കുള്ള, ജനന മരണങ്ങളാകുന്ന ഈ സംസാരത്തെ അതിക്രമിക്കുവാനുള്ളതായിട്ടുള്ള ഏറ്റവും പരമമായിട്ടുള്ള വിദ്യ നമ്മൾക്ക് നൽകി നമ്മളെ മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് ഭഗവാൻ ദക്ഷിണാമൂർത്തിയായിരിക്കുന്നത്. ആ ദക്ഷിണാമൂർത്തിയെ വണങ്ങുന്നതായിട്ടുള്ള നമുക്ക് യമഭയം, കാലഭയം ഇല്ലാതെയാവട്ടെ. അതാണ് അതിൻ്റെ തത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് യമനെ ഭയമില്ലാതാകട്ടെ. തെക്ക് ഭാഗത്തുനിന്ന് യമൻ വരില്ല. തെക്കാണല്ലോ യമൻ്റെ ദിക്ക്, കാലൻ്റെ ദിക്ക്. അദ്ദേഹം നമ്മളെ തിരിഞ്ഞു നോക്കില്ല. കാരണം നമ്മൾ ആരുടെ നോട്ടത്തിലാണ്, ആരുടെ രക്ഷയിലാണ്? ദക്ഷിണാമൂർത്തിയുടെ രക്ഷയിലാണ്. ഇനി ആ ദക്ഷിണാമൂർത്തിയുടെ രക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് ആ തത്വം അറിഞ്ഞ് നമ്മൾക്കും അമൃതത്വത്തെ പ്രാപിക്കാം എന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ ദക്ഷിണാമൂർത്തി എന്നുള്ള വാക്കിനർത്ഥം ദക്ഷിണശ്ച അസൗ അമൂർത്തിശ്ച. ദക്ഷിണശ്ച അസൗ അമൂർത്തിശ്ച. അവൻ ദക്ഷിണനാണ്, അമൂർത്തിയുമാണ് എന്ന് പറഞ്ഞാൽ ദക്ഷിണൻ എന്ന് പറഞ്ഞാൽ ദക്ഷൻ തന്നെയാണ്. ദക്ഷൻ എന്നാൽ സമർത്ഥൻ, ദക്ഷിണൻ എന്നാലും സമർത്ഥൻ എന്നാണ് അർത്ഥം. അപ്പോൾ എന്തിനു സമർത്ഥൻ? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം മുതലായ ലീലകൾ നടത്താൻ അവൻ ശക്തനാണ്, അവൻ സമർത്ഥനാണ്. അതുപോലെ തന്നെ നമ്മെ ഉപദേശിച്ച് നമ്മെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാനും അവൻ സമർത്ഥനാണ്. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാം. അവൻ ഏബിളായിട്ടുള്ള ഒരാളാണ്. അവനെ നമുക്ക് ആശ്രയിച്ചാൽ വിഷമിക്കേണ്ടി വരില്ല, നഷ്ടമുണ്ടാവില്ല. അവനെ വേണം ആശ്രയിക്കാൻ. അവൻ നമ്മളെ കരകയറ്റും. അതുകൊണ്ട് അവൻ ദക്ഷിണനാണ്. ഹീ ഈസ് ഏബിൾ ടു മേക്ക് അസ് ക്രോസ് ദിസ് ഓഷൻ ഓഫ് സംസാര. ഈ സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുവാൻ അവൻ ശക്തനായിട്ടുള്ള നാവികനാണ്. നമ്മെ കരകയറ്റാൻ അവൻ്റെ പാദങ്ങളെ നമ്മൾ ആശ്രയിച്ചാൽ മതി. ദക്ഷിണഹാച്ച അമൂർത്തശ്ച. അമൂർത്തി എന്ന് പറഞ്ഞാൽ മൂർത്തിയില്ലാത്തവൻ, അരൂപനാണ് അവൻ വാസ്തവത്തിൽ. ദക്ഷിണശ്ച അസൗ അമൂർത്തശ്ച. അമൂർത്തൻ, മൂർത്തിയില്ലാത്തവൻ എന്ന് പറഞ്ഞാലോ ബ്രഹ്മതത്വമാണ്, പരമാത്മതത്വമാണ്. പരമാർത്ഥ തത്വത്തെയാണ് ഇവിടെ ദക്ഷിണാമൂർത്തിയായിട്ട് നമ്മൾ വണങ്ങുന്നത്. ഇടയിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഞാൻ പറയും എല്ലാം കേട്ടോ, എല്ലാറ്റിനും ഉത്തരവുണ്ട്. നാരായണ, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എൻ്റെ ഒഴുക്ക് പോകും, ഓർഡർ പോകും. ഞാനൊരു ഓർഡറിൽ ഇങ്ങനെ ഉള്ളിന്ന് ആവഹിച്ച് കൊണ്ടുവരികയാണ്. അത് വറ്റിപ്പോവും, ബ്രേക്കായി പോവും. അതുകൊണ്ട് ആധ്യാത്മിക ക്ലാസ്സുകളിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാറില്ല. മറ്റൊരു ധാർമ്മികമായിട്ടുള്ള ചോദ്യോത്തര സെഷനാണെങ്കിൽ ഓക്കെ. ചോദ്യോത്തര സെഷനുകൾ വേറെ, ആധ്യാത്മിക ക്ലാസ്സുകൾ വേറെ. ആധ്യാത്മിക ക്ലാസ്സുകളിൽ ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുക മാത്രമേ വേണ്ടൂ. ഇടയിൽ കയറി പോക്കിയരുത്, ക്വസ്റ്റ്യനുകൾ അവതരിപ്പിക്കരുത്. ആസ്വദിക്കുക. ആചാര്യന്മാർക്കൊരു സമ്പ്രദായമുണ്ട്, ഒരു ക്രമമുണ്ട് വിഷയ അവതരണത്തിന്. അതിലൂടെ അത് ക്രമത്തിൽ ഒഴുകി 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 വരും. ക്ഷമയാണ് ആവശ്യം വേണ്ടത്. ആ ക്ഷമയോടുകൂടി കേട്ടുകഴിഞ്ഞാൽ എല്ലാ സംശയവും നീങ്ങും, എല്ലാ സംശയവും നീങ്ങും. ഞങ്ങളൊക്കെ അങ്ങനെ ഇരുന്ന് വിദ്യ അഭ്യസിച്ചവരാണ്. ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഗുരുക്കന്മാർക്ക് അറിയാം എന്ത് പറയണം. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും മനസ്സിലായില്ലെങ്കിലാണ് ചോദ്യം ചോദിക്കുന്നത്. പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ 100 ചോദ്യങ്ങളുമായിട്ട് വന്നാൽ ഒരിക്കലും ശരിയാവില്ല. പറഞ്ഞു കഴിഞ്ഞ്, എത്രയും പറഞ്ഞു കഴിഞ്ഞ് വിസ്തരിച്ച് കഴിഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പിന്നെയും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ചോദിച്ചോളൂ. അത് കേൾക്കണം മുഴുവൻ.
കേൾക്കാത്തവർക്കാണ് സംശയം ഉണ്ടാവുക. പലപ്പോഴും കേട്ടവർക്ക് സംശയം ഉണ്ടാവില്ല, അല്ലേ? മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടാവില്ല. ഇത് അവിടെ കുറച്ച് കേൾക്കും, എവിടുന്നെങ്കിലും എന്തെങ്കിലും കഷ്ണങ്ങൾ കേട്ടിട്ട് പിന്നെ ചോദ്യങ്ങളുമായിട്ട് വരും. അതൊന്നും പാടില്ല. അത് ആധ്യാത്മിക വിഷയത്തിൽ അങ്ങനെയാണ്. ആധ്യാത്മിക വിഷയം എന്നുള്ളത് ആചാര്യന്മാരുടെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ഗംഗയാണ്. അതിനൊരു ഡാം കെട്ടരുത്, നമ്മൾ ഒരു തടസ്സം ഉണ്ടാക്കരുത്. ആധ്യാത്മിക ക്ലാസ്സുകളിലിരിക്കുമ്പോൾ ക്വയറ്റായിട്ടിരുന്ന് ആസ്വദിക്കുക. പിന്നീട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കമൻറ്റുകൾ പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം കേട്ട് കഴിഞ്ഞിട്ട്. ഇത് ധാർമ്മികമായിട്ടൊരു ക്ലാസ് അല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചോദ്യോത്തര പങ്ക്തിയും അല്ല. വൺ സൈഡഡ് ആണ് ഇവിടെ. ആധ്യാത്മിക ക്ലാസ്സുകൾ എപ്പോഴും വൺ സൈഡഡ് ആണ്. ഗംഗാപ്രവാഹം മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാത്രമേ ഒഴുകുള്ളൂ. അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇൻറ്ററപ്ഷൻ കൊടുക്കാൻ പാടില്ല. ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ് ഇവിടെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ധാരാളം വന്നിരിക്കുന്നത്. അവരുടെയൊക്കെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ് കേട്ടോ. ആരോടും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിരോധം ഉണ്ടായിട്ട് പറയുകയല്ല. ഇതൊരു സംസ്കാരമായിട്ട് നമുക്ക് മാറണം. എവിടെ പോയാലും, ഏത് ആധ്യാത്മിക ക്ലാസ്സിൽ പോയാലും നേരിട്ടിരിക്കുമ്പോൾ നമ്മൾ ശുശ്രൂഷുക്കളായി, ശ്രദ്ധാലുക്കളായി ഗുരുക്കന്മാർ പറയുന്നത് കേട്ട് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. കേട്ട് മുഴുവൻ കഴിഞ്ഞിട്ട് ആചാര്യൻ ഇതോടുകൂടി പാഠങ്ങൾ കഴിഞ്ഞു കേട്ടോ, ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോഴേ, അല്ല സ്വാമി, അല്ല ആചാര്യൻ, ഞങ്ങൾക്ക് ഇന്നത് കൂടി മനസ്സിലായില്ല എന്ന് പറയുള്ളൂ. കഴിഞ്ഞിട്ടില്ലല്ലോ, ദക്ഷിണാമൂർത്തി സ്തോത്രം തുടങ്ങിയല്ലേ ഉള്ളൂ. നമ്മൾ ഇനി എത്ര ദിവസം കിടക്കണൂടെ? അപ്പോൾ ആ ക്ഷമ അത് വേണം ആധ്യാത്മിക. അതാണ് മുഖ്യ ഒരു ക്വാളിറ്റി. അത് പറഞ്ഞു തരാതെ എങ്ങനെ നിങ്ങൾക്ക് അറിയും, അല്ലേ? ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാത്ത ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ റെഗുലറായിട്ട് വരുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഈ ഓൺലൈനിലുണ്ട്. അവരൊന്നും മിണ്ടാറില്ല, അവർ ക്വയറ്റായിട്ടിരുന്ന് കേൾക്കുകയുള്ളൂ. കാരണം അവർക്കറിയാം ആ സമ്പ്രദായം, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എത്രയോ പേര് നമ്മുടെ സ്ഥിരം എൻ്റെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ എത്രയും ക്വയറ്റായിട്ട് ശാന്തരായിട്ടിരുന്ന് ആസ്വദിക്കുകയാണ്. അവർക്കറിയാം അതിൻ്റെ സമ്പ്രദായം. അപ്പോൾ പുതിയ ആളുകളോടാണ് ഈ പറയുന്നത്, ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. ഒരു ബ്രേക്ക് ഉണ്ടാക്കരുത്, ഇൻറ്ററപ്ഷൻ ഉണ്ടാക്കരുത്. ഇറ്റ്സ് എ ഫ്ലോ. ഒരു ആത്മീയമായിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോ ആണ്. അത് ധ്യാനത്തിൽ നിന്ന് വരുന്നതാണ്, ഗുരു പരമ്പരകളിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മുടെ സ്വന്തമല്ല, നമ്മുടേതല്ല. അതിങ്ങനെ മുകളിൽ നിന്ന് അനുഗ്രഹ വർഷം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒഴുകാൻ അനുവദിക്കുക. പറഞ്ഞു വന്നത്, ദക്ഷിണശ്ച അസൗ അമൂർത്തിശ്ച. അവൻ ദക്ഷിണനുമാണ്, സമർത്ഥനാണ്, അമൂർത്തിയാണ്, മൂർത്തി ഇല്ലാത്തവനാണ്. മൂർത്തിക്കൊക്കെ അപ്പുറത്താണ് അവൻ്റെ ഭാവം. നിരാകാരനായിട്ടുള്ള തത്വമാണ്, ബ്രഹ്മതത്വമാണ്, പരമാത്മതത്വമാണ് എന്ന് അർത്ഥമാണ്. അപ്പം അങ്ങനെയുള്ള ആ ദക്ഷിണാമൂർത്തിയെ നമുക്ക് സ്തുതിക്കുന്നതായിട്ടുള്ള സ്തോത്രമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. ആദ്യത്തെ ധ്യാന ശ്ലോകം ഒന്ന് വേഗം പറഞ്ഞ് തുടങ്ങി വെക്കാം, നാളെ വിസ്തരിച്ച് പറയാം. നമുക്ക് വിസ്തരിക്കാം, ഞാൻ വിസ്തരിച്ച് തരാം, പേടിക്കണ്ട നിങ്ങൾ. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വിഴുങ്ങാൻ പറ്റില്ല നമുക്ക്. മെല്ലെ തിന്നാൽ പനയും തിന്നാം, അല്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അതിന് വേണ്ട ക്ഷമയേ വേണ്ടു. ഓം മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. ഇതാണ് ധ്യാന ശ്ലോകങ്ങളിൽ ഒന്നാമത്തെ ശ്ലോകം. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവ സദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം
കരകലിത ചിന്മുദ്രം ആനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിം ഇടേ. ഇടേ എന്ന് പറഞ്ഞാൽ അഹം ഇടേ, ഞാൻ സ്തുതിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ സ്തുതിക്ക് വിഷയം ഇവിടെ ദക്ഷിണാമൂർത്തിയാണ്. അപ്പം അഹം ദക്ഷിണാമൂർത്തിയുടെ, ഞാൻ ദക്ഷിണാമൂർത്തിയെ വണങ്ങുന്നു, ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ ഞാൻ വർണ്ണിക്കുന്നു. സ്തൂഞ്ഞ് എന്നുള്ള ധാതുവിൽ നിന്നാണ് സ്തുതി ശബ്ദം ഉണ്ടാവുന്നത്. സ്തൂഞ്ഞ് ഗുണകഥനേ, മഹാത്മ്യം പറയുന്നതിനെയാണ് സ്തുതിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്തുതിയെ ഞാൻ ചെയ്യുന്നു. ആരെ? ദക്ഷിണാമൂർത്തിയെ. ആ ദക്ഷിണാമൂർത്തി ഏതെല്ലാം വിശേഷണങ്ങളെ കൊണ്ടിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം. ഒന്നാമത്തത്, മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ പരബ്രഹ്മതത്വത്തെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും, മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ പരബ്രഹ്മതത്വത്തെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും, യുവാനം, യുവാനം യുവാവായിരിക്കുന്നവനും, യുവാവിനെ എന്നാണ് യുവാനം. യുവാ എന്നുള്ള ശബ്ദത്തിൻ്റെ ദ്വിതീയയാണ് യുവാനം, യുവാവിനെ. വർഷിഷ്ടാന്തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഹി. ആ ഒരു വരിയിലുള്ളത് ബ്രഹ്മനിഷ്ഠൈഹി ഋഷിഗണൈഹി ആവൃതം. ബ്രഹ്മനിഷ്ഠന്മാരായ ഋഷിഗണങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവനും. അവർ എങ്ങനെയുള്ളവരാണ്? വർഷിഷ്ഠന്മാരും അന്തേവാസികളുമാണ്. വർഷിഷ്ഠ അന്തേ വസത്. വർഷിഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ വർഷീയാൻ, വർഷിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞാൽ വൃദ്ധർ എന്നർത്ഥമാണ്. അനേക വർഷങ്ങളായി ജീവിച്ചിരിക്കുന്നവർ, വളരെ പ്രായമേറിയവർ, വൃദ്ധന്മാർ. വൃദ്ധന്മാരും അന്തേവാസികളാണ് എന്ന് പറഞ്ഞാൽ സമീപവാസികൾ, അടുത്തിരിക്കുന്നവർ, സേവിക്കുന്നവർ എന്നൊക്കെ അർത്ഥമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നാളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ വെറും വാക്കർത്ഥം മാത്രം പറയുകയാണ്. ഇന്നൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല, നാളെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അന്തേവാസികൾ, അങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠന്മാരായ ഋഷികളാൽ, ഋഷിഗണങ്ങളാൽ ആവൃതനും. ആചാര്യേന്ദ്രം, ആചാര്യന്മാർക്കൊക്കെ ഇന്ദ്രനായിരിക്കുന്നവനും. എല്ലാ ആചാര്യന്മാരുടെയും മുകളിൽ ആചാര്യാണാം ആചാര്യ, ആചാര്യേന്ദ്ര. അങ്ങനെ ആചാര്യന്മാരിൽ വെച്ച് ഇന്ദ്രനും. കരകലിത ചിന്മുദ്രം, കരം കലിതം, ചിന്മുദ്രം. അപ്പോൾ കയ്യിൽ ചിന്മുദ്രയെ ചേർത്ത് വെച്ചിരിക്കുന്നവനും. ജ്ഞാനമുദ്ര, യോഗമുദ്ര, ചിന്മുദ്ര എന്നൊക്കെ പറയുന്ന മുദ്രയെ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നവനും. ആനന്ദമൂർത്തി, ആനന്ദമൂർത്തിയായിരിക്കുന്നവനും. സ്വാത്മാരാമം, തന്നിൽ തന്നെ ആരമിക്കുന്നവനും. മുദിതവദനം, പുഞ്ചിരിച്ച വദനത്തോടു കൂടിയവനും, മോദത്തോടു കൂടിയ, സന്തോഷത്തോടു കൂടിയ വദനത്തോടു കൂടിയവനുമായിരിക്കുന്ന ദക്ഷിണാമൂർത്തിം ഈടേ. ദക്ഷിണാമൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് വിഷയം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യാഖ്യാനം നാളെ കാണാം. ഇന്ന് സമയം വൈകി, എന്നെ കാണാൻ ചില ആളുകൾ വന്നിട്ടുണ്ട്, സമയമായി. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമിടേ. ഇന്നത്തേക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. ഇന്ന് വേറെ ക്ലാസ്സുകളൊന്നുമില്ല. വൈകിട്ട് ബോംബെ ഒരു അയ്യപ്പ ക്ഷേത്രത്തോട് അനുബന്ധമായി നാരായണീയ പ്രഭാഷണമാണ്. അത് സൂം ഓൺലൈൻ ക്ലാസ്സാണ്. വരാൻ പറ്റുന്നവർ വന്നോളൂ, നിർബന്ധമില്ല. നാളെ രാവിലെ ദക്ഷിണാമൂർത്തിയുണ്ട്, നാളെ നാരായണീയുണ്ട്, നാളെ വൈകുന്നേരത്തെ ദേവി മാഹാത്മ്യമില്ല. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നവമി, എല്ലാവരും വീട്ടിലിരുന്ന് ദേവി മാഹാത്മ്യ പാരായണം ചെയ്യുന്നവരൊക്കെ ചെയ്തോളുക. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഹരിയോം ഹരിയോം ഹരിയോം. നാരായണ നാരായണ.